മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുമ്പോൾ اللهم ارحمنا فوق الأرض وتحت الأرض ويوم العرض عليك അല്ലാഹുവേ മണ്ണിനുള്ളിലേക്ക് ഞങ്ങൾ വന്നു ചേരുന്ന ദിവസം ഖബറിലേക്ക് അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവണേ തമ്പുരാനെ. നമ്മളിപ്പോൾ എത്ര ചൂടെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞാലും ഭൂമിക്ക് മുകളിലാണ് എന്ന ആശ്വാസത്തിലാണ് നമ്മൾ, അല്ലേ? ഒരു യുദ്ധക്കെടുതി, ബോംബ് തലയിലേക്ക് വീഴുമോ എന്ന പേടിയിലൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ എത്ര നിഅമത്തിലാണ് നമ്മൾ. അല്ലാഹു നൽകുന്ന നിഅമത്തിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ട് എന്ന് പറഞ്ഞ ആയത്തിന് മുത്തനബി തങ്ങൾ കൊടുത്ത തഫ്സീർ എന്താണ്? മനസ്സമാധാനം ചോദ്യം ചെയ്യപ്പെടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് സമാധാനം തന്നില്ലായിരുന്നോ? യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നാട്ടിലെ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുത്തില്ല? അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാവും. അല്ലാഹു നമ്മുടെ ഖബറിടങ്ങളെ അല്ലാഹുവേ നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റിത്തരണേ റബ്ബേ. ഇന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കള്, ഭാര്യ, ഭർത്താക്കന്മാർ, അല്ലാഹുവിന്റെ ഖബറിടങ്ങളൊക്കെ നീ ഈ സമയം വെളിച്ചമാക്കണേ റബ്ബേ. മരണശേഷം ഉപകാരപ്പെടുന്ന അമലുകളെ നബി തങ്ങൾ പഠിപ്പിച്ചതിൽ ഇൽമൻ നശറഹു, അല്ലാഹുവിന്റെ അറിവ് ലോകത്ത് നിങ്ങൾ പ്രസരിപ്പിച്ചു കൊടുത്ത അറിവ്, ആ അറിവ് പ്രസരിപ്പിക്കാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു നമുക്ക് നാളെ ജാരിയായ സ്വതക്കയായി കബൂൽ ചെയ്യും. വവലദൻ സ്വാലിഹൻ തറകഹു വമുസ്ഹഫൻ വറതഹു, നമ്മൾ ഇട്ടേച്ചു പോകുന്ന മുസ്ഹഫ്, കൈമാറി പോകുന്ന മുസ്ഹഫ്, മക്കൾക്ക് വേണ്ടി അനന്തരം കൊടുക്കുന്ന മുസ്ഹഫ്, അല്ലെങ്കിൽ നമ്മൾ ദാനമായി വഖഫ് ചെയ്തു കൊടുക്കുന്ന മുസ്ഹഫുകൾ മസ്ജിദുകൾക്ക് വഖഫ് ചെയ്യാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാ മിൻ സ്വഹാബിയിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖാദിറുൻ ഇല്ലാ വഖഫ്. വഖഫ് ചെയ്യാത്ത ഒരു സ്വഹാബി ഇല്ല. എല്ലാ സ്വഹാബിമാരും വഖഫ് ചെയ്തിട്ടുണ്ട്. കഴിയുന്ന മുഴുവൻ ആളുകളും വഖഫ് ചെയ്തിരുന്നു. നമ്മൾ പണ്ട് പറയും, ഉമ്മാമാന്റെ വകയാണ് 2 തെങ്ങ്, ചെമ്മാട്ട പള്ളിക്കാണെന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ആ 2 കവുങ്ങ് മദ്രസക്കുള്ളതാണ്, അല്ലെങ്കിൽ 5 സെന്റ് ഭൂമി വഖഫാണ്. ആരാ വഖഫ് ചെയ്യുന്നത്? സ്വഹാബികളിൽ വഖഫ് ചെയ്യാത്ത ഒരു സ്വഹാബിയില്ല. എല്ലാ സ്വഹാബിമാരും വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്, അസറുണ്ട്. യാ അല്ലാഹ്, മുസ്ഹഫൻ വറതഹു ഔ മസ്ജിദൻ ബനാ, അല്ലാഹുവിന് വേണ്ടി എടുത്തു കൊടുക്കുന്ന മസ്ജിദ്, ഔ ബൈത്തൻ ലിബ്നി സബീലി ബനാ, വഴിയാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സൗകര്യമുള്ള വീടുകൾ, വഴിയാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന യാത്രാ സൗകര്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ. സുബൈദ ബീവി നമ്മൾ അങ്ങനെ ഓർത്തത്. ഔ നഹ്റൻ നജ്റാ, ജലസേചനം ചെയ്യുന്നത്, കൃഷികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, കുടിക്കാനുള്ള വെള്ളം വലിയ പ്രതിഫലമാണ്. നമ്മുടെ വീടുകൾക്കൊക്കെ റോഡ് സൈഡിലെ വീടുകളാണ്. നിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു ടാപ്പ് മതിലിലേക്ക് വെച്ചു കൊടുക്കുക. പുറത്ത് വഴിയാത്രക്കാരായി പോകുന്ന ആളുകൾക്ക് കുടിച്ചോട്ടെ, അതിന്റെ നനവെങ്കിലും പക്ഷികൾ കുടിച്ചോട്ടെ. വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്, കിണറുകളൊക്കെ വറ്റുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം മഴയുടെ ലഭ്യത കുറവാണ്. ഈ വർഷത്തെ ചൂടും അല്ലാഹുവേ ഇനിയും മാസങ്ങൾ കഴിയണം, ഒരു മഴ കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുവേ മഴ നന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. അതുകൊണ്ട് വെള്ളം ലഭ്യതയുള്ള കിണറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അയൽപക്കത്തെ വീട്ടിലേക്ക് വെള്ളം ദാ അടിച്ചോളൂ, എടുത്തോളൂ എന്ന് സ്നേഹത്തോടെ പറയണം. കുടുങ്ങിയിട്ട് പറയല്ല, തൃപ്തിയില്ലാതെ പറയല്ല, സന്തോഷത്തോടെ പറയാം. നിങ്ങൾ കുടിക്കാനുള്ള വെള്ളമല്ല, നിങ്ങൾ എടുത്തോളൂ. വെള്ളമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ കിലോമീറ്റർ നടന്നു പോവേണ്ട, വെള്ളമില്ലാത്തതിന്റെ പേരിൽ വണ്ടിക്കാരൻ വരാൻ കാത്തിരിക്കേണ്ട. നമ്മുടെ കിണറ്റിലെ വെള്ളമുണ്ടല്ലോ, നിങ്ങൾ എടുത്തോളൂ. പൈപ്പ് വെച്ച് തരണോ, കറണ്ട് വേണോ, എന്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്തു കൊടുത്തോളൂ. വലിയ കൂലിയുള്ള കാര്യമാണ്. ഔ നഹ്റൻ നജ്റാ ഔ സദഖതൻ, പിന്നെ നിങ്ങളുടെ മരണശേഷം ഉപകാരപ്പെടുന്ന ഒരു സ്വതക്കയുണ്ട്. അഖ്റജഹാ മിൻ മാലിഹി ഫീ സുഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു മിൻ ബഅദി മൗതിഹി, ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്ത സ്വതക്ക, വഫാത്താകുന്ന നേരത്തെ വസിയത്തുണ്ട്.
ഇന്നല്ലാഹ തആല അഅതാകും ഇൻദ വഫാതികും സുലുസ അംവാലികും സിയാദതൻ ഫീ അഅമാലികും ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് 1/3 നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ വസിയത്ത് ചെയ്താൽ പോലും സമ്പത്തിന്റെ 1/3 അത് സാധ്യമാവുക. മരിക്കാൻ കിടക്കുമ്പോൾ ഏകദേശമൊക്കെ സക്കറാത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ സമ്പത്ത്, എന്റെ ആ ബിൽഡിംഗ്, ആ സ്ഥലം, എന്റെ വീട്, അല്ലെങ്കിൽ എന്റെ കച്ചവടം, എന്റെ വരുമാനം പള്ളിക്കാണ്, മദ്രസക്കാണ്, ദീനിനാണ്, വസിയത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മൊത്തം സമ്പത്ത് കൂട്ടി നോക്കിയാൽ 1/3 വരെ നിങ്ങളുടെ വസിയത്ത് നടപ്പാക്കാൻ പറ്റും. 1/1 കൂടുകയാണെങ്കിൽ എടുക്കൂല. 2/3 അനന്തരാവകാശികൾക്കുള്ളതാണ്. 1/1 നിങ്ങളുടെ വസിയത്ത് നടപ്പാവും. ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ്. ഇന്നല്ലാഹ തആല അഅതാകും ഇൻദ വഫാതികും സുലുസ അംവാലികും. സമ്പത്തിന്റെ 1/1 നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ കാലശേഷം എന്റെ സമ്പത്തിന്റെ സ്ഥലത്തേക്ക് കൊടുക്കണം. മരിക്കാൻ കിടക്കുന്ന ബെഡിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും, അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകിയത് ഒരു നിഅമതാണ്. സിയാദതൻ ഫീ അഅമാലികും, നിങ്ങളുടെ അമലിന് നിങ്ങൾക്ക് വർധനവ് ലഭിക്കാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കുക. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്കയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖർ. ദാരിദ്ര്യം പേടിക്കുന്ന ഒരു സമയം, ആരോഗ്യമുണ്ട്, പിശുക്കാൻ തോന്നുന്നുമുണ്ട്, ആ നേരം കൊടുക്കുന്ന സ്വതക്കയാണ് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക. എന്താ കാരണം അറിയോ? ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? മരിക്കാൻ കിടക്കല്ല, ഇനിയും ജീവിതമുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടുള്ളൂ, മക്കളായില്ല, ആകുന്നേ ഉള്ളൂ, കെട്ടിച്ചിട്ടില്ല, ഇങ്ങനെ മുമ്പിൽ ജീവിതമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സമയം, അതാണ് സ്വഹീഹുൻ എന്ന് പറഞ്ഞതിന്റെ ന്യായം. ഷഹീഹുൻ, കുറച്ചുള്ളൂ, ഇത് കൊടുത്താൽ തീരും, പിന്നെ എന്റെ കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് മനസ്സ് പറയുന്ന ഒരു നേരം. തഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ, പൈസ തീരുമോ, കയ്യിൽ നിന്നൊന്നും ഉണ്ടാവാണ്ടായി പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക ദാനധർമ്മങ്ങളിലെ ഏറ്റവും വലിയ ദാനമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ദാനം സ്വാങ്കീയതം എന്ന് പറഞ്ഞു കൊടുത്ത നൂറുദ്ദീൻ അഫന്ദിയെ നമ്മളൊന്ന് കൂടെ ചേർത്ത് വെക്കുക. അല്ലാഹുവേ, നമുക്കും ദാനങ്ങൾ ചെയ്യാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 4 മഹത്തുക്കളെ പുണ്യനബി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമുക്ക്. ഹബീബിന്റെ അൻസ്വാറുകളായ, കൂടെ നിന്ന് നബിയെ സഹായിച്ചവരായ ഹബീബായ നബി ഞങ്ങളുടെ ഹവാരികളായ അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. إن من أمن الناس علي في صحبته وماله أبا بكر. സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയുന്നു, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖദ്തു അബാ ബക്കറിൻ ഖലീല വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു. എൻ്റെ ഖലീൽ അല്ലാഹുവാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ജീവനും അതിനപ്പുറവും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ മെഹബൂബ്. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ മെഹബൂബ് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതെ ഒരു ഖലീൽ എനിക്കുണ്ടാകുമായിരുന്നുവെങ്കിൽ ലത്തഖദ്തു അബാ ബക്കറിൻ ഖലീല, ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പക്ഷേ എൻ്റെ ഖലീൽ അല്ലാഹുവാണ്. അല്ലാഹുവിനെ ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. വലാകിൻ ഖുവത്തുൽ ഇസ്ലാമി വമവദ്ദതുഹു, എന്നാൽ ഇസ്ലാമിനുള്ളിൽ കിടക്കുന്ന സ്നേഹവും സാഹോദര്യവും അതിലേറ്റവും വലുത് ഞാൻ നൽകുന്നത് എൻ്റെ അബൂബക്കറിനാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. لا يبقين في المسجد باب إلا باب أبي بكر. مسجد النبوي കുറിച്ച് നബി തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഫാത്തിനോട് അടുത്തു പോകുന്ന ഹബീബിന്റെ അവസാന ദിവസങ്ങളിലാണ് ഇത് പറയുന്നത്. മസ്ജിദുൻ നബവിയുടെ എല്ലാ വാതിലുകളും അടയ്ക്കണമേ, ഇല്ലാ ഖൗഖത അബീ ബക്കറിൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു വാതിലുണ്ട്, ആ വാതിൽ നിങ്ങൾ അടക്കരുത്. സിദ്ദീഖ് തങ്ങളുടെ ബാബ് നിങ്ങൾ അടക്കരുത്. ബാബു സിദ്ദീഖ്, ഇന്നും ബാബു സലാമിലേക്ക് കയറുമ്പോൾ ബാബു ജിബ്രീൽ, ഇപ്പുറത്തെ ബാബു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു.
നബി തങ്ങളോട് സലാം പറയുന്ന സല്ലല്ലാഹു സലാം പറയാൻ കയറി ചെല്ലുന്ന ആ ബാബിന്റെ നേരെ ഇടത് ഭാഗം ബാബു സിദ്ദീഖ്, ആ വാതിൽ അടക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് സിദ്ദീഖ് തങ്ങളോടാണ്. ആരെല്ലാം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ തിരിച്ചുപകാരം ചെയ്തിട്ടുണ്ട്. എന്റെ സിദ്ദീഖ് തങ്ങൾക്കൊഴികെ സിദ്ദീഖ് എന്നവർ എനിക്ക് ചെയ്തിരുന്ന ഉപകാരങ്ങൾക്ക് അല്ലാഹുവാണ് പകരം കൊടുക്കുന്നത്, എന്നെ കൊണ്ടാവില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മഹാത്മാവ് ഖലീഫയാകുന്നതിന് മുമ്പ് ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അവരുടെ ആടിന്റെ പാല് കറന്നു കൊടുത്തിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പെൺകുട്ടി പറയാൻ തുടങ്ങി, അൽആന ലാ യഹ്ലിബു ലനാ അഗ്നാമ ദാരിനാ. ഇനി ഒരിക്കലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി കഴിഞ്ഞ ഈ നേരം ഇനി ഒരിക്കലും നമ്മുടെ ആടിനെ വന്ന് പാല് കറന്നു തരില്ലല്ലോ, അതിന് സാധ്യമാകുമോ എന്ന് ഒരു പെൺകുട്ടി, ആ വീട്ടിലെ പെൺകുട്ടി ചോദിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലെത്തി. ബലാല ഉംരി ലഅഹ്ലിബന്നഹാ ലക്കും. തീർച്ചയായും മോളെ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളുടെ പാല് കറക്കാൻ, നിങ്ങളുടെ ആടിന്റെ പാല് കറക്കാൻ ഞാൻ വന്നിരിക്കും. എനിക്ക് ലഭിച്ച ഖിലാഫത്ത് കൊണ്ട് എന്റെ സ്വഭാവം ഒരിക്കലും മാറരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഖലീഫയായതിന്റെ പേരിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഇനി വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ചെയ്തു പോന്നിരുന്ന ഒരു നന്മ ഇനി ഒരിക്കലും ഞാൻ ചെയ്യാതെ പോവില്ല. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഖലീഫയായതിനു ശേഷം, ഇസ്ലാമിക ലോകത്തിന്റെ അധികാരം കയ്യിൽ കിട്ടിയതിന് ശേഷം പാവപ്പെട്ട ഒരു വീട്ടുകാരുടെ ആടിന് പാല് കറന്നു കൊടുക്കാൻ പോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു നന്മയും ബാക്കി വെച്ചില്ല. കാന സബ്ബാഖൻ ഇലൽ ഖൈർ. നന്മയിലേക്ക് ഓടുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു സിദ്ദീഖ് എന്നവർക്ക്. പുണ്യനബി തങ്ങൾ വളർത്തിയെടുത്ത ഈ ഉമ്മത്തിന്റെ വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ അംബിയാഇനെ പരിചയപ്പെടുത്തിയ പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മദ്രസയിൽ പഠിച്ചു വന്നവരാണ് സ്വഹാബുകൾ. അവരെ നമ്മളൊന്നറിയണം. ഈ സ്വഭാവ ഗുണങ്ങൾ നുബുവത്തിന്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു. ഹബീബിൽ നിന്ന് പഠിച്ചെടുത്തതാണിത്. നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മളെ ഒരു നല്ല മനുഷ്യനാക്കിയില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് കാര്യം? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ തണുത്ത വെള്ളം ഒരു മൺപാത്രത്തിൽ ഒരു അടിമ സ്ത്രീ പെണ്ണ് കൊണ്ടുപോയി കൊടുത്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോ ഫഇദാ ഹുവ മശൂബുൻ ബിഅസൽ. തേൻ കലക്കിയ വെള്ളമായിരുന്നു അത്. തേൻ കലക്കിയ വെള്ളമാണ്, മധുരമുള്ള വെള്ളമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാത്രം കുടിക്കാതെ താഴെ വെച്ചു. എന്നിട്ട് കണ്ണിങ്ങനെ തടവുകയാണ്, കണ്ണുനീരൊലിക്കുന്നുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, മാ യുബ്കീക യാ ഖലീഫത റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നേരം ഒരു സംഭവം പറഞ്ഞു തന്നു. കുൻതു ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി. പുണ്യനബി തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുന്ന അവസാന നിമിഷങ്ങളിൽ ഹബീബിന്റെ വഫാത്ത് നടക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ ഹബീബിന്റെ അരികത്തിരിക്കുന്നു. ആ നേരത്ത് പുണ്യനബി അവിടുത്തെ കൈകൊണ്ട് ആരെയോ കൈകൊണ്ട് ഇങ്ങനെ വകഞ്ഞു മാറ്റുന്നുണ്ട്. ഇലൈക്കി അന്നി, ഇലൈക്കി അന്നി, ഇലൈക്കി അന്നി, എന്റെ മുമ്പിൽ നിന്ന് പോ, മാറി നിൽക്ക് എന്ന് ആരോടോ നബി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അവിടെ ആരെയും കണ്ടില്ല. ഫലം അറ ശൈഅൻ. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറാക തുദാഫിഉ ശൈഅൻ വലാ അറാ മഅക അഹദാ. ആരോടാണ് നബിയെ മാറി നിൽക്കണമെന്നങ്ങ് പറയുന്നത്? ആരോടാ നബിയെ പോ എന്ന് പറയുന്നത്? ഞാനിവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഹാദിഹി ദുനിയാ തമസ്സലത് ലി ബിമാ ഫീഹാ.
ഈ ഭൗതിക ലോകം അതിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ദുന്യാവിനോട് പറഞ്ഞു, ഇലൈക്ക് അന്നീ, എൻ്റെ മുമ്പിന്ന് പോ, ഇലൈക്ക് അന്നീ, എൻ്റെ മുമ്പിന്ന് പോ എന്ന് പറഞ്ഞു. ഫതനഹത്, ഭൗതികത അതിൻ്റെ ആർഭാടങ്ങളോടുകൂടെ ഹബീബിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷമായപ്പോ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കുന്ന ചില കഴിവുകളുണ്ട്. എങ്ങനെയാണത് സാധ്യമാവുക നമുക്കറിയില്ല. പക്ഷേ പുണ്യനബിക്ക് അത് കാണാൻ കഴിഞ്ഞു. ഇലൈക്ക് അന്നി, ഒന്ന് പോ, മാറി നിൽക്ക് എന്ന് പറഞ്ഞപ്പോ ഫതനഹത് വഹിയ തഖൂൽ ഇന്ന ജൗത മിന്നി ലൻ യൻജുവ മിന്നി മൻ ബഅദക. നബിയേ, നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ആളുകൾ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുന്യാവ് ഹബീബിന്റെ മുമ്പിൽ നിന്ന് പോകുന്നതിന് ഞങ്ങൾ എന്നോട് പറഞ്ഞു തന്നു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവർ പറയുന്നു. ഫഖശീതു ബിഹാദൽ മാഇൽ മശൂബ് ബിൽ അസൽ അൻ തകൂന ദുനിയ ഖദ് ലഹഖത്നി. എനിക്ക് തോന്നിപ്പോയി, ആരോടാണോ നബി ഞങ്ങൾ പോ എന്ന് പറഞ്ഞ് കൈകൊണ്ട് അട്ടിയോടിച്ചത്, ആ ഒരു ദുന്യാവ് ഈ കുടിവെള്ളമായി എന്റെ മുമ്പിൽ മധുരമുള്ള പാനീയമായി വന്നത് ദുന്യാവ് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന് ഞാൻ പേടിച്ചു. ഫദാക അബ്ഖാനി, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നീട് ആദ്യമായി ഉമ്മത്തിൽ നിന്ന് കടക്കുന്ന ആദ്യത്തെ ഉമ്മച്ചിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതം ഇങ്ങനെയായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, اللهم اجعل الدنيا في أيدينا ولا تجعلها في قلوبنا. മഹാന്മാർ ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ, സൗകര്യങ്ങള്, സമ്പത്ത്, കച്ചവടമൊക്കെ വേണം, എന്നാൽ അതൊരിക്കലും ഹൃദയത്തിലേക്ക് തരരുതേ, കൈകളിൽ തന്നാൽ മതി റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പൊരുളിതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ മുതലാളിയായിരുന്നു. ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, മോളെ, കുൻതു അക്സറൻ നാസി സറാഅൻ വമാലൻ, ഏറ്റവും വലിയ മുതലാളിയായിരുന്നു മോളെ നിന്റെ ഉപ്പയായ ഞാൻ. വഫാത്താകുമ്പോ പറഞ്ഞതാ, മോളെ, ഇന്ന് ബാപ്പയുടെ കയ്യിൽ 3 സാധനമേ ഉള്ളൂ. ഒന്ന് ഈ അടിമച്ചക്കൻ, ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഹാദൽ വിആ, ഈ പാത്രം, പിന്നെ ഒരു അബാ, ഒരു തോൽപാത്രം, ഒരു തോലിന്റെ ഒരു കഷ്ണമുണ്ട്. ഈ 3 സാധനങ്ങളല്ലാതെ ഒന്നും സിദ്ദീഖിന്റെ കയ്യിലില്ല മോളെ. ഈ 3ഉം ഖലീഫക്ക്, മുസ്ലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് പകരം അനുഭവിക്കാൻ അനുവദിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് ഒരുപാട് അസ്ബാബുകൾ വെച്ചിരിക്കുകയാണ്, ഒരുപാട് കാരണങ്ങൾ. ഓരോന്നിനും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കുറഞ്ഞതൊന്നും തരുന്നില്ല. അതാണ് വലിയ അത്ഭുതം. സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ആള് മൻ യംശി ഫീ മുൽക്കി അൽഫൈ സന, സ്വന്തം പറമ്പിൽ 2000 കൊല്ലം നടന്നാലും തീരാത്തത്ര സ്ഥലം സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ കൂലിയുള്ള കിട്ടുന്ന. മൻ യംശി ഫീ മുൽക്കിഹി അൽഫൈ സന, 2000 കൊല്ലം നടന്നാലും മൂപ്പരുടെ പറമ്പ് തീരൂല. അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയ സൗകര്യം അല്ലാഹു നൽകുന്ന ആൾക്ക് കിട്ടുന്നത്. അപ്പൊ സ്വാലിഹീങ്ങളും ശുഹദാക്കളും ആലിമീങ്ങളും സിദ്ദീഖീങ്ങളും അംബിയാഇന്റെ അവസ്ഥ എന്തായിരിക്കും? മാഷാ അല്ലാഹ്. اللهم ادخلنا الجنة مع الأبرار. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിതാവിനെ കുറിച്ച് പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്റെ ഉപ്പ പറയാണ്, മോളെ, ഈ 3 എന്റെ കയ്യിലുള്ളൂ. അൽ അബാഅ വൽ വിആ വഹാദൽ ഗുലാം, ഈ ഒരു അടിമയും ഒരു പാത്രവും ഒരു തോലിന്റെ കഷ്ണവും. ഞാൻ മരിച്ചാൽ ഇത് വേഗം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോഴേക്കും ഖിലാഫത്തിന്റെ ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സിദ്ദീഖ് വഫാത്താകുമ്പോൾ തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്ന ഉടനെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ഈ 3 സാധനങ്ങളും ഹബീബായ പുണ്യനബിയുടെ ഖലീഫ വഫാത്തായിരിക്കുകയാണ്. സ്വന്തം ഉപ്പയാണ് വഫാത്തായിരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി, റഹമുല്ലാഹു അബാ ബക്കറിൻ
ലഖദ് അത്അബ മൻ ബഅദഹ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ശേഷം വരാൻ പോകുന്നവരെ മുഴുവനും സിദ്ദീഖ് എന്നവർ തളർത്തിക്കളഞ്ഞല്ലോ. ആർക്കാണ് സിദ്ദീഖ് എന്നവരെ അവരെ പോലെ ആകാൻ കഴിയുന്നത്? ലഖദ് അത്അബ മൻ ബഅദഹ. സ്വന്തം പരിചാരകൻ ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ചോദിക്കും, എവിടുന്നാണ്. ഒരു ദിവസം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സിദ്ദീഖ് എന്നവർ ചോദിക്കാൻ മറന്നുപോയി. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചോദിച്ചു, എവിടുന്നാ ഈ ഭക്ഷണം? അപ്പം അവൻ പറഞ്ഞു, തകഹൻതു ലിറജുലിൻ ഫിൽ ജാഹിലിയ്യ, ഞാൻ ജോത്സ്യപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു ജാഹിലിയത്തിൽ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്. പ്രവചിക്കുക, കൈരേഖാശാസ്ത്രമൊക്കെ പറയില്ലേ, കൈരേഖ പറയാ, രാശി പറയാ. ഇസ്ലാമിന്റെ ശരീഅത്തിൽ അത് ഹറാമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു കൈരേഖക്കാരന് കൈ കാണിച്ചു കൊടുക്കുകയോ രാശി ചോദിച്ച് എന്റെ ഭാവി എന്താണെന്ന് ഒരാളോട് ചോദിച്ചറിയുകയോ ചെയ്ത് ആ പറയുന്നത് ഒരാൾ വിശ്വസിക്കുകയും ചെയ്താൽ അള്ളാഹിന്റെ റസൂലിന് അല്ലാഹു ഇറക്കിക്കൊടുത്ത ദീനിൽ അയാൾ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറഞ്ഞു, വലം യുസദ്ദിഖുഹു, ഒരാൾ വെറുതെ കൈരേഖ വെറുതെ നോക്കുക, ഇയാൾക്ക് അറിയോ എന്റെ ഭാവിന്റെ കഴിഞ്ഞ കാലൊക്കെ പറയാൻ കഴിയോ, ഇയാൾക്ക് എത്രത്തോളം വിവരമുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ ചോദിച്ചു. വെറുതെ തമാശക്ക് വെറുതെ ഒരു രാശി നോക്കി. അത് തേളും പാമ്പൊക്കെ ഉണ്ടാവും, അതില് ഏതാണ് എന്റെ രാശി എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുത്തൻ ചെയ്ത് വെറുതെ ഒന്ന് നോക്കി, രസത്തിന് വേണ്ടിയിട്ട്. ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം, 40 ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള വിഷയം, നമ്മുടെ ഖളാ ഖദറിലെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ ഖളാഉം ഖദറുമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഈമാൻ കാര്യത്തിൽ 6ാമത്തെ റുക്നാണത്. അതാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എവിടുന്നാണ്? അപ്പം പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ മുസ്ലിമാകുന്നതിന് മുമ്പ് ഞാൻ ഒരാളോട് ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തിരുന്നു. ഒരാൾക്ക് ആ ആളിനെ കണ്ടുമുട്ടി അങ്ങാടിയിൽ. എന്നോട് പറഞ്ഞു, നീ ആ പറഞ്ഞില്ലേ അതുപോലെ നടന്നു കേട്ടോ, എന്റെ സന്തോഷത്തിന് ഇതാന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് കാശ് തന്നു. ഞാൻ അതുകൊണ്ട് വാങ്ങിച്ച പൈസയാണ്, അതുകൊണ്ട് വാങ്ങിച്ച ഫുഡാണ്, ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിലേക്ക് കൈയിട്ടുകൊണ്ട്, നീ എന്നെ നശിപ്പിച്ചല്ലോ, പറഞ്ഞ വാക്ക്, നീ എന്നെ നശിപ്പിച്ചല്ലേ. എന്നിട്ട് വായിലേക്ക് വിരലിട്ടിട്ട് ഛർദിച്ച് തളർന്നിരിക്കുമ്പോ കൂടുതൽ ആൾക്കാർ ചോദിച്ചു, ഒറ്റ ഉരുള ഭക്ഷണം കഴിച്ചതിനാണോ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഇങ്ങനെ ഛർദിച്ച് ബുദ്ധിമുട്ടാകുന്നത്? ലൗലം തഖ്റുജ് ഇല്ലാ മഅ റൂഹി ലഅഖ്റജ്തുഹാ. അതെ, ജോത്സ്യപ്പണി ചെയ്ത് കിട്ടിയ ഈ പൈസയാണ് എന്റെ വയറ്റിലേക്ക് പോയത്, അതിന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്. അല്ലാഹുക്ക് ഇഷ്ടമല്ല. എന്റെ റൂഹ് അങ്ങോട്ട് പോന്നാലേ ആ ഭക്ഷണം പുറത്തു വരൂ എങ്കിൽ പോലും ഞാൻ എന്റെ റൂഹ് വരാനാണ് ഇഷ്ടപ്പെടുന്നത്, ആ ഹറാം എന്റെ വയറ്റിലേക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നിസ്കാരവും നോമ്പൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴേ നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലും പൈസയിലും ഹലാലും ഹറാമിന്റെയും സൂക്ഷ്മത എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ട സമയമാണ്. ഹൽ ജറബ്തഹു ബിദ്ദീനാരി വദ്ദിർഹം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ നോക്കുമ്പോഴേ ആ മനുഷ്യനുമായി നിങ്ങൾ ദീനാർ ദിർഹമിന്റെ ഇടപാട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സൂക്ഷ്മത നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. ഹിജ്റ 13 ഹബീബായ നബി തങ്ങളോടൊപ്പം കിടക്കാനുള്ള ഭാഗ്യമുണ്ടായി സിദ്ദീഖ് എന്നവർക്ക്. ഭയങ്കര അത്ഭുതമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിൽ, തങ്ങൾക്ക് 63 വയസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഉമർ തങ്ങൾക്കും 63 വയസ്സാണ്. ആ 3 പേരാണ് അവിടെ കിടക്കുന്നത്. 3 പേർക്കും 63 വയസ്സ്. യാ അല്ലാഹ്, ഇതൊരു മുസാദഫയാണെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ചില തദ്ബീറുകളും അള്ളാഹുവിന്റെ ഇടപെടലുകളുമല്ലേ ഇത്. 3 പേരും ഒരേ വയസ്സുള്ളവർ. സുബ്ഹാന ജല്ല ജലാലുഹു. ഹകദാ യദ്ഖുലു സലാസത്തുനൽ ജന്ന. നമ്മൾ 3 പേരും ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബ് പറയുമായിരുന്നു. സിദ്ദീഖ് എന്നവരൊരു ഭാഗത്ത്, ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത്.
ആ ഒരു സൗഭാഗ്യം ഇന്ന് നമ്മൾ റൗദയിൽ ചെന്ന് സലാം പറയുമ്പോൾ ഹുനസ്സലാമു അലാ റസൂലില്ലാഹ്, ഹബീബായ നബിയോട് ഇവിടെയാണ് സലാം പറയേണ്ടത്. ഇപ്പുറത്ത് ഹുനസ്സലാമു അലാ സയ്യിദിനാ അബീ ബക്കറിൻ, ഹുനസ്സലാമു അലാ സയ്യിദിനാ ഉമർ ബിൻ ഖത്താബ്. 3 പേർക്ക് നമുക്ക് സലാം പറയാൻ പറ്റും. അവർ 3 പേരും ഒരുമിച്ച് എന്തൊരു സൗഹൃദത്തിലാണ് ജീവിച്ചത്, എന്ത് പ്രകാശമാണ് അവർ ലോകത്തിന് കൈമാറിയത് എന്ന് ഓർത്തു നോക്ക്. ഉമർ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്ന ഹബീബിന്റെ മാതൃകാ പുരുഷൻ, പുണ്യനബി ഉമ്മത്തിന് കൈമാറിയ ഖലീഫ അല്ലെങ്കിൽ ഉസ്വ. തങ്ങൾ പറയുമായിരുന്നു, എന്റെ കാലശേഷം ലൗകാന ബഅദി നബിയുൻ ലകാന ഉമർ ബിൻ ഖത്താബ്. ഒരു പ്രവാചകൻ എന്റെ കാലശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. രോഗം വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു തേൻ കുടിക്കണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ജനങ്ങളോട് എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ച ഖുതുബക്ക് മാത്രമല്ല ഖലീഫമാർ മിമ്പറിൽ കയറാ. എന്തെങ്കിലും അത്യാവശ്യമായ വിഷയങ്ങൾ ഉമ്മത്തിനെ അറിയിക്കാനുണ്ടെങ്കിൽ അവര് മിമ്പറിൽ കയറിയിട്ടാണ് സംസാരിക്കുക. ഉമർ തങ്ങൾ മിമ്പറിൽ കയറി, ജനങ്ങളെ, ഞാൻ രോഗിയാണ്, എന്നോട് ഡോക്ടർ പറഞ്ഞു ചികിത്സയായിട്ട് തേൻ കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ തേനില്ല. മുസ്ലിമീങ്ങളുടെ ഖജാനയിൽ ഒരൽപ്പം തേനുണ്ട്. നിങ്ങൾ എല്ലാവരും എനിക്ക് സമ്മതം തന്നാൽ ഞാനത് കുടിക്കാം. ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൻത മഅ്ദൂൻ, ഉമറേ, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മതം നൽകിയിരിക്കുന്നു, എന്നാ ഞാൻ കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് മരുന്ന് കുടിക്കാൻ വേണ്ടി പോകുന്നത്. എന്തേ? ഇത് ഉമ്മത്തിൻ്റെതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ തങ്ങളുടെയും അലിയാർ തങ്ങളുടെയും മാതൃകയെ നിങ്ങൾ അല്ലു അലൈഹാ ബിന്നവാജിദി, നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കണം, എങ്കിലേ ആഖിർ സമാനിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. വല്ലാത്ത മാതൃകയാണ്. സ്വന്തം മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ ഉമർ തങ്ങൾ വരുമ്പോ മോൻ അബ്ദുല്ലാഹി ഉമർ എന്നവര് മാംസം തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചി എന്ന് അവിടെ പറയുമ്പോ ഒന്നുകിൽ ഒട്ടകമായിരിക്കും അല്ലെങ്കിൽ ആട്ടിറച്ചിയായിരിക്കും. സാധാരണ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ചോദിച്ചു, മോനെ, മാ ഹാദൽ ലഹം, നീ എന്താ മാംസം കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു, ഒരു വിഷമത്തോടുകൂടെ വാപ്പാന്റെ മുമ്പിൽ പേടിച്ചിട്ട് പറഞ്ഞു, ആഗ്രഹം തോന്നി മാംസം തിന്നണമെന്ന്, അപ്പൊ തിന്നതാന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി എനിക്ക് തോന്നുന്നു നമ്മൾ നോമ്പ് നോറ്റ സമയത്ത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത്, പൊതുജീവിതത്തിലും നമുക്ക് ഏറ്റവും അറിയേണ്ടത്. ഉമർ തങ്ങൾ അല്ല അബ്ദുല്ലാ, നിനക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ നീ പോയി തിന്നാറാണോ പതിവ് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, കഫാ ബിൽ മർഇ സർഫൻ അൻ യഅകുല കുല്ലമാ യശ്തഹി, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്ത് തിന്നണമെന്ന് തോന്നുന്നത് മുഴുവൻ പോയി തിന്നലാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമറാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനായി പറയുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ പോയി തിന്നാണോ എന്ന് ചോദിക്കുക. നമ്മൾ ചോദിക്കട്ടെ, ഒരു റെസ്റ്റോറന്റ് കോഴിക്കോടിൽ ഓപ്പണായി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബസ് കയറി അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നുണ്ട് അല്ലെ? എന്തിന്? അവിടുത്തെ കറി കഴിക്കാൻ, അവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് കഴിക്കാൻ. നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നത് മുഴുവൻ തിന്നാണോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്ത്? ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ പോയി തിന്നുന്നത് തന്നെ ഏറ്റവും വലിയ ധൂർത്താണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ കൂട്ടുകാരാണെന്നാണ് ഖുർആൻ പറയുന്നത്. യാ അല്ലാഹ്, ആഗ്രഹിക്കണം മുഴുവൻ പോയി വിശന്നാ പോയി ഭക്ഷണം കഴിക്കണം. ഇതല്ല, വിശന്നിട്ടല്ല. എവിടെയെങ്കിലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയി ഫുഡ് ബ്ലോഗർമാരെ ഫോളോ ചെയ്യാം. അപ്പൊ അവരുടെ വ്ളോഗിൽ എന്താ ഉള്ളത്, എവിടെയാ തുറന്നത്, എവിടെയൊക്കെയാ നല്ല ഭക്ഷണം, ഇത് നോക്കിയിട്ട് നടക്കുക. അതൊരു ഹരം. അതിനു വേണ്ടി പെട്രോൾ ഒഴിച്ച് ഡീസൽ അടിച്ച് ഓടുകയാണ്. സമയവും
അധ്വാനവും പൈസയും ഒക്കെ എന്തിന്? ഭക്ഷണം കഴിക്കുക എന്ന മനുഷ്യന്റെ ഒരു ശഹ്വത്തിന് വേണ്ടി മനുഷ്യൻ കിടന്നു ഓടുന്ന ഓട്ടം, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടിലെ ഈ ഉമ്മത്തിലെ കേരളീയ മുസ്ലിമീങ്ങളോട് പറയുന്ന പോലെ, കഫാ ബിൽ മർഇ സർഫൻ, അബ്ദുല്ലാ, ആഗ്രഹം തോന്നിയപ്പോ നീ തിന്നല്ലേ മാംസം? നിനക്കറിയോ ഈ തോന്നുന്നത് മുഴുവൻ പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണ്, നിനക്കറിയുമോ മോനെ? ആരോടായി പറഞ്ഞു കൊടുക്കുന്നത്? മുത്തബിഉസ് സുന്നഹ്, ഹബീബായ നബി തങ്ങളുടെ ഹബീബിന്റെ ഒരുപാട് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബിയായ ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. യാ അല്ലാഹ്.